നമസ്കാരം. ടെക്നിക്കലി അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നതും സ്ട്രോങ് അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉള്ളതും 500 രൂപയിൽ താഴെ മാത്രം വിലയുള്ളതുമായ രണ്ട് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ലെൻസ്കാർട്ട് സൊല്യൂഷൻ ലിമിറ്റഡ്, 458 രൂപ സ്റ്റോക്കിൻ്റെ വില. 80,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. അതേസമയം എംകെ ഗ്ലോബൽ ഉൾപ്പെടെയുള്ള പല ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുമുണ്ട്. റീസെൻ്റ്ലി മാർക്കറ്റിൽ ലിസ്റ്റഡായ ലെൻസ്കാർട്ട് സൊല്യൂഷൻസ് ലിമിറ്റഡിൻ്റെ ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ അല്ലെങ്കിൽ ചാർട്ട് പാറ്റേൺ നമ്മൾ നോക്കിയാലും അട്രാക്റ്റീവ് ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺ ആണ് കാണുന്നത്. എംകെ ഗ്ലോബൽ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 525 രൂപയുടെ ടാർഗറ്റും നൽകിയതിന് പിന്നിലെ ചില കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, റിട്ടെയിൽ സെക്ടറിലെ, അതായത് ഐവെയർ സെഗ്മെൻറ്റിലെ റിട്ടെയിൽ സെക്ടറിലെ മാർക്കറ്റ് ലീഡർ പൊസിഷനോടൊപ്പം തന്നെ ടെക്നോളജിക്കൽ മോട്ടും കമ്പനിയെ മുന്നോട്ട് നയിച്ചേക്കുമെന്നാണ് എംകെ ഗ്ലോബലിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ഐവെയർ റിട്ടെയിൽ സെഗ്മെൻറ്റിൻ്റെ 5% മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഈ സെക്ടറിലെ ലീഡർ കമ്പനിയായ ടൈറ്റാൻ ഐവെയറിനേക്കാളും ഏകദേശം 3 മടങ്ങ് ലാർജർ സ്കെയിലിൽ പ്രവർത്തിക്കുന്ന കമ്പനി കൂടിയാണ് ലെൻസ്കാർട്ട്. ഒട്ടുമിക്ക റിട്ടെയിൽ കമ്പനികളും 100 കോടിയുടെ റവന്യൂ, അതായത് 100 കോടിയുടെ ആനുവൽ റവന്യൂ ജനറേറ്റ് ചെയ്യുമ്പോൾ കമ്പനി 2025 ഫിനാൻഷ്യൽ ഇയറിൽ 4,000 കോടി രൂപയുടെ റവന്യൂ ആണ് ജനറേറ്റ് ചെയ്തത്. ഫ്രണ്ട് എൻഡിനും ബാക്ക് എൻഡിലും സ്റ്റോക്കിന് സ്ട്രോങ് പോയിന്റുകളുണ്ട്. ഇന്നൊവേഷൻ തന്നെയാണ് ഫ്രണ്ട് എൻഡിനെ സംബന്ധിക്കുന്ന കമ്പനിയുടെ സ്ട്രോങ് പോയിന്റ്. അതായത് വിർച്വൽ ട്രയോൺസും റിമോട്ട് ഒപ്റ്റോമെട്രിയും ഒക്കെ വരും സമയങ്ങളിൽ കമ്പനിയുടെ ഗ്രോത്തിന് സഹായിക്കുന്ന ടെക്നോളജിക്കൽ മോട്ടാണ്. കൂടാതെ വെർട്ടിക്കലി ഇൻ്റഗ്രേറ്റഡ് സപ്ലൈ ചെയിൻ, ഓട്ടോമേറ്റഡ് മാനുഫാക്ചറിംഗ്, ഇൻ്റർമീഡിയറ്ററീസിനെ ഒഴിവാക്കിയുള്ള ഡെലിവറി എന്നിവ കമ്പനിയുടെ സ്ട്രോങ് ബാക്ക് എൻഡ് സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്ന് എംകെ ഗ്ലോബലിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഇന്ത്യയുടെ ഐവെയർ ഇൻഡസ്ട്രിയുടെ സൈസ് $9 ബില്യൺ. ഇവിടെ 13% CAGR കൂടിയുള്ള വളർച്ചയാണ് ഇൻഡസ്ട്രിയിൽ തന്നെ വന്നിരിക്കുന്നത്. റീസെൻ്റ്ലി GST റേറ്റ് കട്ട് കൂടി നടപ്പിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ എംകെ ഗ്ലോബൽ ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ ലെൻസ്കാർട്ടിൻ്റെ സ്റ്റോർ നെറ്റ്വർക്കിൽ 3 മടങ്ങ് വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ലെൻസ്കാർട്ടിൻ്റെ സ്റ്റോർ നെറ്റ്വർക്ക് 2000 നിന്നും 6,700 സ്റ്റോറുകളായി ഉയരുകയും ചെയ്തു. വൈഡ് പ്രൊഡക്റ്റ് റേഞ്ച്, സ്ട്രോങ് വാല്യൂ പൊസിഷൻ, ക്വിക്ക് ഡെലിവറീസ് എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഐവെയർ സെക്ടറിലെ ബെസ്റ്റ് ഇൻ ക്ലാസ്സായി ലെൻസ്കാർട്ട് എന്ന കമ്പനി തുടരാനുള്ള സാധ്യതയുമുണ്ട്. ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും അട്രാക്റ്റീവ് ലെവലിൽ തന്നെയാണ് ലെൻസ്കാർട്ട് ഉള്ളത്. റീസെൻ്റ്ലി സ്റ്റോക്ക് 435 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകുകയും അവിടെ നിന്നും 480 വരെ ഉയരുകയും ചെയ്തു. പിന്നീട് 450-നടുത്ത് സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. അതായത് 450-നടുത്ത് സ്റ്റോക്ക് സപ്പോർട്ട് ഫോം ചെയ്യുകയാണ്. ഇവിടെ നിന്നും 445 രൂപയുടെ സ്റ്റോപ്പ് ലോസോടുകൂടി സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാം. 475, 480, 515, 525 പോലുള്ള ടാർഗറ്റുകൾ ലെൻസ്കാർട്ടിൽ എയിം ചെയ്യാം. രണ്ടാമത്തേത് KPI ഗ്രീൻ എനർജി ലിമിറ്റഡ് ആണ്. ഈ വർഷം മോശം പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് KPI ഗ്രീൻ എനർജി ലിമിറ്റഡ്. അതേസമയം സ്റ്റോക്ക് ഡിസംബർ മാസത്തിൽ 12% ഉയരുകയും ഇന്നത്തെ ദിവസം 17% ഉയരുകയും ടെക്നിക്കലി സ്റ്റോക്കിൽ ഒരു ബ്രേക്കൗട്ട് വരികയും ചെയ്തു. 9,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 24. സ്മാൾ ക്യാപ്പ് പവർ സെക്ടറിലെ സ്റ്റോക്കായ KPI ഗ്രീൻ എന്ന സ്റ്റോക്ക് ഡിസംബർ മാസത്തിൽ 18% റിട്ടേൺ നൽകിയെങ്കിലും മന്ത് ടു മന്തിൽ സ്റ്റോക്ക് 11% ഇടിയുകയും ഇയർ ഓൺ ഇയറിൽ സ്റ്റോക്ക് നെഗറ്റീവ് റിട്ടേൺ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ലോങ് ടൈമിൽ ഡീസൻറ്റ് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. കഴിഞ്ഞ 3 വർഷം കൊണ്ട് 388%, 5 വർഷം കൊണ്ട് 717% റിട്ടേണുമാണ് സ്റ്റോക്ക് നൽകിയത്. ഇവിടെ സ്റ്റോക്കിനെ പരിഗണിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം സ്റ്റോക്കിൽ റേഞ്ച് ബൗണ്ട് ബ്രേക്കൗട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ദീർഘകാലമായി സ്റ്റോക്ക് 400-430 എന്ന റേഞ്ചിലായിരുന്നു. ആ റേഞ്ചിൽ നിന്നും സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വരികയും സ്റ്റോക്ക് റീസെൻ്റ്ലി 455 എന്ന ലെവലിലേക്ക് ഉയരുകയും ചെയ്തു. അവിടെ നിന്നും സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 475-നടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ സ്ട്രോങ് മാർക്കറ്റ് പാർട്ടിസിപ്പേഷനും ഉയർന്ന വോളിയം ബൈയിങ്ങും സ്റ്റോക്കിൽ കാണാൻ സാധിക്കുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ 500, 525 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതേസമയം അടുത്ത റേഞ്ചിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. 440-നും 500-നും ഇടയിലുള്ള റേഞ്ചിലേക്കായിരിക്കും സ്റ്റോക്ക് നീങ്ങുക.
ഇവിടെ റേഞ്ച് ബൗണ്ട് ബ്രേക്കൗട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാം. 400 രൂപയുടെ സ്റ്റോപ്പ് ലോസോടുകൂടി 500, 525, 600 പോലുള്ള ടാർഗറ്റുകൾ വേണം KPI ഗ്രീൻ എന്ന സ്റ്റോക്കിൽ പരിഗണിക്കാൻ. ഇവിടെ സപ്പോർട്ട് ഹയർ സൈഡിലേക്ക് ഷിഫ്റ്റ് ആകുന്നതും KPI ഗ്രീനിനെ സംബന്ധിച്ച ഒരു പോസിറ്റീവ് ഫാക്റ്റാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ KPI ഗ്രീൻ എന്ന സ്റ്റോക്കിനെയും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്